ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർ ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൊട്ടറ്റോ സ്നാക്സ് ആണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 3 പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ വെച്ച് സ്ലൈസ് ചെയ്യുമ്പോൾ നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. ഇത് കറക്റ്റ് ആ ഒരു വിധത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ആ വെള്ളമെല്ലാം മാറ്റി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കിങ്ങനെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് ഫുള്ള് ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ സ്നാക്സ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ടുന്നത് 2 ഒനിയനാണ്. ഒനിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് ഞാൻ ചേർക്കുകയാണ്. കടലമാവ് വേറൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുകയാണ്. ഒരു സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുളക് പൊടി കുറച്ച് ആവശ്യമുള്ളവർ അത്രയും ഇട്ടാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഗരം മസാല ഒരു സ്പൂൺ ആഡ് ചെയ്യുകയാണ്. ഇനി വേണ്ടുന്നത് ഇനി ഇതിലേക്കൊരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിനോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ഞാനിപ്പം ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അവരവരുടെ ഉപ്പിൻ്റെ അളവനുസരിച്ച് ചേർക്കുക. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഉള്ളിയുടേതും അതുപോലെ തന്നെ പൊട്ടറ്റോടേതും ആയിട്ടുള്ള വെള്ളം അതിലുണ്ടാവും. നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഞാനിങ്ങനെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഈ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേന് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊരു ഷേപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് ഒരടപ്പ് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊട്ടാറ്റോ സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സ്പൈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പുതിയൊരു സ്നാക്സുമായിട്ട് വരുന്നിടം വരെ നന്ദി.